സുഹൃത്തുക്കളെ, കേരളത്തിലെ ലഹരി കൊലപാതകങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം മാർക്കോ സിനിമയുടെ മേൽ കെട്ടിവെക്കുകയാണ് പലരും. മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ, ഒപ്പം തന്നെ സിനിമയ്ക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം തന്നെ എക്സൈസ് മന്ത്രി എം രാജേഷൊക്കെ സംസാരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ കണ്ടത്. അതായത് വയലൻസിന് കാരണം ഇത്തരം സിനിമകളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. യഥാർത്ഥത്തിൽ സിനിമയാണോ പ്രശ്നം? സിനിമ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? എത്രത്തോളം പക്വമാണ് നമ്മളെയൊക്കെ നയിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവന? ഇതെല്ലാം പരിശോധിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അപക്വമായ പ്രസ്താവന എന്ന് തന്നെ തുടക്കത്തിൽ തന്നെ പറയട്ടെ. സിനിമ സ്വാധീനിക്കുന്നുണ്ടാകും, പക്ഷേ ഈ മാർക്കോ പോലെ ഒരുപക്ഷെ മലയാളത്തിൽ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ, അത് മുതലാണ് ഇവിടെ കൊലപാതകങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കുട്ടികളിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ അപക്വമാണ്. നമ്മൾ തന്നെ എത്ര കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾ ഇങ്ങനെ തല്ലുപിടിക്കുന്നതും അതും ഇതും അതിൻ്റെ എക്സ്ട്രീം വയലൻസിലേക്ക് പോകുന്നു. അപ്പോൾ റാഗിങ് കേസ്, കോട്ടയത്തെ റാഗിങ് കേസ്, അത് മാർക്കോയ്ക്ക് ശേഷം ഉണ്ടായതായിരിക്കും. പക്ഷേ അതിനു മുൻപ് അതൊന്നും മാർക്കോയെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. വയനാട്ടിലപ്പോൾ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്? അങ്ങനെ എത്രയെത്ര മനുഷ്യർ ഈ സമൂഹത്തിൽ വയലൻസ് കാണിച്ചിരിക്കുന്നു, കുഞ്ഞുങ്ങളോട് കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം നടന്നിട്ടുള്ളത് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ സമീപകാല സിനിമകളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പോൾ കുറേ വിഡ്ഢികൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം തോന്നുകയാണ്. കാരണം രാഷ്ട്രീയ നേതാക്കൾ ഇത്രയും പക്വതയില്ലാത്തവരായി പോകുന്നുണ്ടോ എന്ന സംശയം. സിനിമ കുറേയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം, പക്ഷേ സിനിമയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ ചർച്ചകളെ ആകെ നയിക്കുന്ന മാധ്യമപ്രവർത്തകനായ അരുൺകുമാറൊക്കെ പറയുമ്പോൾ ചിരി വരുന്നു. ഇയാളുടെയൊക്കെ തലയിൽ എന്താണ് എന്ന സംശയം സത്യത്തിൽ തോന്നുകയാണ്. വെറും രാഷ്ട്രീയം മാത്രമായിരിക്കും എന്ന് മാത്രം കരുതുകയാണ്. കാരണം അന്ധമായ രാഷ്ട്രീയത്തിലൂടെ അതിനെ അങ്ങ് വിമർശിച്ചില്ലാതാക്കാം എന്ന ചർച്ചയാണ് ഇതിൽ നടക്കുന്നത്. അഖിൽ മാരാർ ഇതിന് അതിശക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് അഖിലിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് തന്നെ പറയുന്ന സമയത്ത് മലയാള സിനിമ കണ്ടാണോ മുഴുവൻ ഈ പറയുന്ന കുട്ടികളെല്ലാം വളർന്നു വരുന്നത് എന്നുള്ള സംശയം അവിടെ ബാക്കിയാണ്. എത്രയോ കൊറിയൻ സിനിമകളും എന്തൊക്കെ തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമകൾ, ഇതിനെക്കാട്ടിൽ വലിയ വയലൻസ് ഉള്ള സിനിമകൾ ഇറങ്ങുകയും തിയേറ്റർ വിജയം ഉണ്ടാകുകയും അത് പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കോ ആണ് എന്നുള്ളത് മാത്രമല്ല, സിനിമ ആണ് എങ്കിൽ തന്നെ അത് കേവലം മലയാള സിനിമയിൽ അത്രയും വയലൻസ് ഉള്ള സിനിമകൾ, ഒരുപക്ഷെ ക്രൈം സിനിമകൾ ആ സമീപകാലത്ത് കൂടി വരുന്നുണ്ട്. മലയാളത്തിൽ ക്രൈം സിനിമ മാത്രമേ സബ്ജക്റ്റ് ഉള്ളൂ എന്ന സംശയം പോലും പലപ്പോഴും തോന്നുന്നുണ്ട്. അല്ലാതെ കുടുംബ ചിത്രങ്ങളോ ഒരു തമാശ പടമൊക്കെ സമീപകാലത്ത് വന്നിട്ട് കുറേ ഏതൊക്കെയോ സിനിമകൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാര്യം എല്ലാം വളരെ ഈസിയാണ് ഈ ക്രൈം സിനിമയുടെ ഫോർമാറ്റ് എന്ന് തോന്നുന്നു. അതിലേക്ക് കുറേ കാര്യങ്ങൾ ഫിറ്റ് ചെയ്ത് ഇറക്കുന്ന നിലയിലേക്ക് മലയാള സിനിമ മാറിയിട്ടുണ്ട് എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ട് മിക്കവാറും കുറേ സിനിമകൾ തുടർച്ചയായി കാണുന്ന സമയത്ത്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലും കാണുമ്പോൾ അതാണ് തോന്നുന്നത്. പക്ഷേ സിനിമയാണ്, അതിലൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ അതിൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിൽ നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമകൾ തന്നെയാണ്. പക്ഷേ സിനിമകൾ മാത്രമല്ല എന്നുള്ളതാണ്. അതായത് സിനിമയുടെ മുകളിൽ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടാം എന്നുള്ളതാണ് സത്യത്തിൽ അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളെയും ഒക്കെയാണ് അഖിൽ മാരാർ കുറ്റപ്പെടുത്തുന്നത്. പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഒരു പുരോഗമന സമൂഹം, അതായത് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന സമൂഹങ്ങൾ, അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യം എന്നതിന് ഒരു പരിധിയില്ലാത്ത നിലയിലേക്ക് പോകുന്നു. അതിനുമപ്പുറത്തേക്ക് ഭയം എന്ന ഒരു വികാരം കുട്ടികളിൽ നിന്ന് മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഒന്ന് കുട്ടികൾക്ക് ആരെയും പേടിക്കേണ്ട. വീട്ടിൽ നമ്മുടെ പേരൻറ്റിങ്ങിന് വലിയ പ്രശ്നമുണ്ട്. കുട്ടികൾ പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കുകയും അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സമയത്ത് കൗൺസിലർമാർ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ചിലർ എല്ലാവരും അല്ല, ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ കുറേ ആളുകൾ ചെയ്യുന്നു. കുട്ടികൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വഴക്കുകൾ പോലും സഹിക്കാനാവാതെ കുട്ടികൾ ഇതിന് പിന്നാലെ പോകുന്നു. അങ്ങനെ അവർക്കൊന്നും സഹിക്കാൻ പറ്റാത്ത നിലയിലേക്ക്, എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ അവർ വയലൻ്റ് ആകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും പല സൂയിസൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലും പോകുന്നുണ്ട്.
പ്രധാനമായും എടുത്തു പറയേണ്ടത് ഭയമില്ലാതാകുന്നു. ഇപ്പോൾ ഒരു കുട്ടിക്കൊരു രക്ഷകർത്താവിനെ അല്ല, ഒരു പണ്ടൊക്കെ അടിച്ചു വളർത്തിയിരുന്നു, ഒരു ഭയം ഉണ്ടാക്കിയിരുന്നു, അധ്യാപകനെ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു അധ്യാപകൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോലും അത് പ്രശ്നമാണ്. ഒരു ക്രൈം ചിത്രീകരിച്ചാൽ പോലും പ്രശ്നമാണ്. ഒരു അധ്യാപകൻ്റെ മുറിയിലിരുന്നു കൊണ്ട് നിങ്ങൾ ആലോചിക്കണം, പാലക്കാട് ഒരു അധ്യാപകൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഒരു വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങളെയൊക്കെ കൊന്നുകളയും എന്ന അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ പിന്നീട് വന്ന പ്രതികരണം എന്താണ്? മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഓഞ്ഞ സമൂഹം എന്നാണ് തോന്നുന്നത്. കാരണം ആ വീഡിയോ എടുത്തവനെ, അത് പ്രചരിപ്പിച്ചവനെയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ടും അവർ ചെയ്തത് തെറ്റാണ്. ശരിയാണ്, വല്ലാത്ത പുരോഗമനം ചിന്തിക്കുമ്പോൾ അതിൽ ശരികേടുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഇങ്ങനെ ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്നു. പക്ഷേ ആ കുട്ടിയുടെ ആ മാനസികാവസ്ഥയിലേക്ക് നമ്മളൊക്കെ കൂടി എത്തിച്ചു, ഈ സമൂഹം എത്തിച്ചു എന്നുള്ളത് വലിയൊരു വസ്തുതയായി അവിടെ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഭയമില്ലാത്തവരായി കുട്ടികളെ ഒന്ന് ശിക്ഷിക്കാൻ, ഓരോ കുട്ടികളെ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ശിക്ഷണ നടപടികൾ ഉണ്ടാകുക, തല്ലുക എന്നുള്ളത് അല്ല, അതിനപ്പുറത്തേക്ക് അവരെ നേർവഴിയിലാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. നേർവഴി എന്നൊന്നുള്ള എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവനവൻ ഇഷ്ടം പോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കുറേ ചുംബന സമരം മുതൽ ഇങ്ങോട്ട് നടന്ന കുറേ അതിന് കൈയടിച്ചു കൊടുത്തിരുന്ന ഇടത് സംഘടനാ പ്രവർത്തകരും DYFIയും SFIയും ഒക്കെ ചേർന്ന് നടത്തിയ അഭ്യാസങ്ങളുടെ തുടർച്ചയാണ്. കാരണം മനുഷ്യൻ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയതോടെ അങ്ങ് അഴിച്ചുവിട്ട നിലയിലായിപ്പോൾ ഒരു നിയന്ത്രണമില്ലാത്ത സമൂഹമായി മലയാളി സമൂഹം മാറിയിട്ടുണ്ട്. അതായത് പുരോഗമനത്തിലേക്കല്ല സമൂഹത്തെ എത്തിച്ചിട്ടുള്ളത്, നേരെ താഴോട്ട് എത്തിച്ചതിൽ ഈ പുരോഗമന സംഘടനകൾക്ക്, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാം പങ്കുണ്ട് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ എല്ലാം പരാജയമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. എന്തിനാണ് പിന്നെ ഒരു ഭരണ സംവിധാനം? എക്സൈസ് മന്ത്രി പറയുകയാണ് പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന്. എക്സൈസ് വകുപ്പിന് പിന്നെന്താണ് യഥാർത്ഥത്തിൽ പണി? വകുപ്പ് എക്സൈസ് വകുപ്പ് അറിയുന്നില്ല ഇത്രയധികം മയക്കുമരുന്നും കാര്യങ്ങളും എല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നത്. മദ്യം അങ്ങ് തുറന്നു കൊടുത്ത് ബാറുകളുടെ പരിധിയില്ലാതെ, കാരണം ഇവർക്കെല്ലാം, രാഷ്ട്രീയക്കാർക്കെല്ലാം പൈസ മതി, അതിനപ്പുറത്തേക്ക് വേറൊരു സാധനം വേണ്ട. അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും അവർ നോക്കുകയാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ ആരെങ്കിലും മയക്കുമരുന്നിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അവരെയൊക്കെ ബാധിക്കും. അതിനപ്പുറത്തേക്ക് പുറത്ത് നടക്കുന്നൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാറുകൾ ഇപ്പോൾ മദ്യം നിർത്തിയോടെ മറ്റേത് തുടങ്ങി, അതുകൊണ്ട് അത്രയും പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാം ഉണ്ടെന്നേ ഈ പറയുന്ന ആളുകൾ പറയും. ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ നിരോധിച്ചതാണ്, കോളേജുകളിലും ഒക്കെ ക്യാമ്പസ് നിരോധിച്ചതാണ് മുഴുവൻ പ്രശ്നത്തിനും കാരണം എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടുതലും പഴയ SFIക്കാരൊക്കെയാണ്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വസ്തുതയില്ലാത്തതാണ്. കാരണം ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരം നേതാക്കൾ നടത്തുന്ന അതിക്രമങ്ങൾ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയുടെ കാര്യം മാത്രം എടുത്ത് ചർച്ച ചെയ്താൽ പോരെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, കേവലം ഏതെങ്കിലും സിനിമയിലൊക്കെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സമൂഹത്തിന് ഒന്നാകെ ഉത്തരവാദിത്വമുണ്ട്, സർക്കാരിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കേരളം വലിയ മുന്നിലാണ്, തള്ളാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണ് എന്നൊക്കെയുള്ള ഡയലോഗ് അടി നിർത്തിയിട്ട് നമ്മുടെ വീടുകളിൽ എന്ത് നടക്കുന്നു, നമ്മുടെ പേരൻറ്റിങ് എങ്ങനെ വേണം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ വേണം, ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായി ആലോചിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ നാട് കൂടുതൽ മുടിയുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.